ഹലോ ഫ്രണ്ട്സ്, 3RP വിഷ്വൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കാണുന്നത് കരപ്പുറം കാർഷിക കാഴ്ചകൾ. കേരള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ചേർത്തല സെൻറ് മൈക്കിൾസ് കോളേജിൻ്റെ കോമ്പൗണ്ടിൽ നടന്ന ഒരു കാർഷിക മേളയുടെ കാഴ്ചയാണ്. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ക്രിസ്മസ് പാപ്പാനി നമ്മളെ സ്വാഗതം ചെയ്യുന്നത് കാണാം. അതുകൂടാതെ കാർഷിക സംബന്ധമായ എല്ലാ മെഷീനറികളും ഉൽപ്പന്നങ്ങളും നമുക്കവിടെ കാണാൻ കഴിയും. കർഷകർക്ക് വേണ്ടി കാറിൻ്റെ പ്രദർശനവും അവിടെ ഉണ്ടായിരുന്നു. വലിയ ഒരു പന്തൽ തന്നെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അകത്തോട്ട് കയറുമ്പോൾ തന്നെ വലിയൊരു ബോർഡ് അവിടെ കാണാം. ചേർത്തല പൊലിമ കരപ്പുറം കാർഷിക കാഴ്ചകൾ 2024. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ കരപ്പുറം. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് കൃഷിമന്ത്രിയെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. കൃഷിമന്ത്രിയുടെ ഫ്ലെക്സിന് മുന്നിൽ 2 ഊഞ്ഞാൽ അവിടെ കെട്ടിയിട്ടുണ്ട്. 2 കുട്ടികളിരുന്ന് ആടുന്നതും കാണാം. അതുകൂടാതെ കലാപരമായി ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു കേട്ടോ. ഈ കാണുന്നത് ജീർണിച്ച മരക്കുറ്റിയിൽ നിർമ്മിച്ച ഒരു കലാരൂപമാണ്. ഇതുപോലെ ഒത്തിരി കലാപരമായ നിർമ്മിതികൾ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. ഈ മരച്ചില്ല കൊണ്ടുള്ള ആർച്ചിലൂടെ കടന്നു ചെല്ലുമ്പോൾ കാണാം ചേർത്തലയുടെ പഴമക്കാഴ്ചകൾ. പഴമക്കാഴ്ചയിൽ ആദ്യം തന്നെ കാണാൻ കഴിഞ്ഞത് മുൻകാല കൃഷിമന്ത്രിമാരായിരുന്ന വ്യക്തികളെയാണ്. ചേർത്തലക്കാർക്ക് എന്നും അഭിമാനിക്കാൻ കഴിയുന്ന ഒട്ടനവധി ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് പരമാവധി നമ്മളെല്ലാം ആ കാര്യത്തിൽ ഒരു ജാഗ്രത എടുക്കേണ്ടതുണ്ട് എന്നാണ് വലിയൊരു വിനമ്രമായ അഭ്യർത്ഥന. ഞാനിപ്പോൾ കുറച്ച് കാരണം കോഴിക്കോടുമില്ല ഇതിൻ്റെ ഭാഗമായി നടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിലേക്ക് ഇനി നമുക്ക് കാണാൻ കഴിയുന്നത് ഒത്തിരി അലങ്കാര ചെടികളും ഫലവൃക്ഷങ്ങളുമാണ്. അതിനുപയോഗിക്കുന്ന ഫലപ്രദമായ വളങ്ങളും മരുന്നുകളും അവിടെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. ഇതാണ് മഷ്റൂം ഉറി. ഉറിയുടെ രൂപത്തിൽ കൂൺ ചെടികളെ വളർത്തുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ മിഷനറി ഉണ്ടോ, കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറ്റുന്നതിനും ഇറക്കുന്നതിനുമുള്ള ഒരു മിഷ്യൻ്റെ ചെറിയ മാതൃകയാണിത്. അതുകൂടാതെ പലതരം നെൽവിത്തുകളും അവിടെ കാണാൻ കഴിഞ്ഞു. ഇതൊരു കുഞ്ഞ് കശുമാവിൻ തൈയാണ് കേട്ടോ. അത് പൂത്ത് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. പല സൈസ് ഫ്രൂട്ട്സുകളുടെ ജാമും അവിടെ ഉണ്ടായിരുന്നു. എള്ളുണ്ടായിരുന്നു, എള്ളിൻ്റെ എണ്ണ, എള്ളിനുള്ള മറ്റുൽപ്പന്നങ്ങൾ എല്ലാം അവിടെ കാണാൻ കഴിഞ്ഞു. കുടംപുളി, വാഴയ്ക്ക ഉണക്കിയത്, പാവയ്ക്ക ഉണക്കിയത്, കപ്പ ഉണക്കിയത് എല്ലാം നമുക്കവിടെ വാങ്ങുവാൻ സുലഭമായി കിട്ടുമായിരുന്നു. അതുമാത്രമല്ല മുളക് വിത്ത്, തക്കാളി വിത്ത്, പിന്നെ 1 വർഷം കൊണ്ട് കായ്ഫലം തരുന്ന വിയറ്റ്നാം പ്ലാവുകൾ വരെ അവിടെ ഉണ്ടായിരുന്നു.
ഞാൻ മേടിക്കുന്നതല്ല എത്തുന്നത്. കൃഷിപാഠ മത്സരം യു.പി. വിഭാഗം ഒന്നാം സമ്മാനം നിഹാര ബി.ഒ.എ. കാർഷിക ക്വിസ് ഹൈസ്കൂൾ വിഭാഗം ഒന്നാം സ്ഥാനം ദേവദത്തൻ.